സ്റ്റുഡൻസ് അപ്പോൾ CSAB അലോട്ട്മെന്റിന്റെ പ്രൊസീജിയേഴ്സിന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് തുടക്കത്തിലെ തന്നെ കാശ് അടയ്ക്കണം എന്നുള്ളതാണ് CSAB അലോട്ട്മെന്റിന്റെ ഒരു പ്രത്യേകത. അപ്പോൾ തുടക്കത്തിൽ തന്നെ കാശ് അടയ്ക്കുന്നത് കൊണ്ട് നമുക്ക് സീറ്റ് കിട്ടിയില്ലെങ്കിൽ അതിന്റെ റീഫണ്ട് കിട്ടുമോ, അത്തരം പല ഡൗട്ടുകളും പല കുട്ടികളും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ വളരെ ക്ലിയർ ആക്കി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. CSAB അലോട്ട്മെന്റിൽ ഫീസ് മുൻകൂട്ടി അടച്ചുകൊണ്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ വൺസ് CSAB അലോട്ട്മെന്റിൽ ഒരു സീറ്റ് കിട്ടിയിട്ട് നമ്മൾ ജോയിൻ ചെയ്യാതിരുന്നാൽ നമ്മുടെ ആ കാശ് പോകും. അതാണ് വളരെ ഇതായി ശ്രദ്ധിക്കേണ്ടത്. നമ്മൾക്ക് വൺ സീറ്റ് കിട്ടിയിട്ട് നമ്മൾ അതിൻ്റെ ബാക്കി ഫീസ് അടച്ച് കോളേജ് ജോയിൻ ചെയ്യുന്ന പ്രൊസീജിയറുമായിട്ട് എന്തായാലും മുന്നോട്ട് കൊണ്ടുവരും. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുന്ന ഉറപ്പുള്ള കോളേജസ് മാത്രമാണ് CSAB റൗണ്ടിൽ കൊടുക്കാനായിട്ട് പാടുള്ളൂ, ഓപ്ഷൻസ് ഫില്ല് ചെയ്യുമ്പോൾ. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് കൂടാതെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് CSABയുടെ അപ്ലിക്കേഷൻ ഫീസ് നമുക്ക് റീഫണ്ട് കിട്ടില്ല. ബാക്കി ഉള്ള എമൗണ്ട്സ് എൻ്റെ അലോട്ട്മെന്റ് പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്കത് റീഫണ്ട് ആയിട്ട് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കണം. CSAB അലോട്ട്മെന്റിൽ തമാശയ്ക്ക് രീതിയിൽ ഓപ്ഷൻസ് ഒന്നും തന്നെ കൊടുക്കരുത്. ഇപ്പോൾ ജോസ് അലോട്ട്മെന്റ് പ്രോസസ് നമുക്ക് ഏതെങ്കിലും ഒരു ഓപ്ഷൻ കൊടുത്തിട്ട് സീറ്റ് കിട്ടിയെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇത് വേണ്ടാന്ന് വെക്കാനൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ CSAB അലോട്ട്മെന്റിൽ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് CSAB അലോട്ട്മെന്റിന്റെ ഓപ്ഷൻസുകൾ നിങ്ങൾ തയ്യാറാക്കുക. CSABയിൽ വാക്കൻസി സീറ്റ്സിന്റെ ലിസ്റ്റ് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ചാനലിൽ. സീറ്റ് വാക്കൻസി ഈച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്ന രീതിയിൽ ആർക്കിടെക്ചറിന് വന്നിട്ടുള്ള സീറ്റ് വാക്കൻസീസ് ഞാൻ മാക്സിമം നമ്മുടെ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ ആൻഡ് വീഡിയോ.